നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും ദ ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം, കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസിന്റെ ഒരു അവതാരക ഇസ്രായേൽ ഇറാൻ സംഘടനത്തോടനുബന്ധിച്ച് അവരൊരു സ്റ്റേറ്റ്മെന്റ് നടത്തിയുണ്ടായി. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്ത ഒരു വിഷമസ്ഥിതിയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അതിനെതിരെ പ്രതികരിക്കണമെന്നും എനിക്ക് തോന്നി. കാരണം നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു മാധ്യമ ധർമ്മമുണ്ട്. അത് നീതിയുടെയും സത്യത്തിൻ്റെയും നേരെ ചൊവ്വ ഉള്ളതുമായിരിക്കണം എന്നുള്ളതാണ്. അത് നമ്മുടെ അവകാശമാണ്, ശരിക്കുള്ളൊരു വാർത്ത കേൾക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ അവകാശത്തെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് നുണപ്രചരണം നടത്തി, ചരിത്രത്തെ വളച്ചൊടിച്ച്, വസ്തുതകളെ വളച്ചൊടിച്ച്, വായി തൊന്ന് കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ ആ അവതാരക ഇരുന്നു കൊണ്ട് ഇങ്ങനെ പുലമ്പുന്നതായിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു പൗരൻ എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ ഈ ഒരു വാർത്തയുടെ ശ്രോതാവ് എന്നുള്ള നിലയ്ക്ക് എൻ്റെ അവകാശത്തെ ഞാൻ ഇവിടെ വിനിയോഗിക്കുകയാണ്. അവർ പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ആ ക്ലിപ്പ് ഞാൻ ഇവിടെ ചേർക്കുന്നുണ്ട്. നിങ്ങളൊന്ന് പോയിട്ട് വരിക, അതൊന്ന് കണ്ടിട്ട് വരിക. അവർ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിനുള്ള മറുപടിയും ഇന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നിങ്ങൾ കണ്ടു. പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, അത് സ്ഥിരീകരിച്ച കാര്യമാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാകാത്ത? ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ഇന്ന് ഏറ്റവും കൂടുതൽ ഒരു സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രധാനമായി ഉന്നയിച്ചൊരു വിഷയമാണ്. ഈ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപും പാക് സൈനിക തലവൻ അസീം മുനീറുമായി പ്രത്യേകിച്ച് ഒരു ചർച്ച നടക്കുകയുണ്ടായി. ഒരുപക്ഷെ ഈ പാകിസ്ഥാനിലെ ഇറാനുമായുള്ള ലൊക്കേഷൻ്റെ ആ സ്ട്രാറ്റജിക്കായ വാല്യൂ കൂടെ മനസ്സിലാക്കിക്കൊണ്ടാണോ ആ ഒരു ചർച്ചയ്ക്ക് ഡൊണാൾഡ് ട്രംപ് തയ്യാറായത്? അതിനോട് ചേർത്ത് പറയാനുള്ളത്, ഇപ്പം ഇസ്രായേൽ പറയുന്ന ഒരു സിറ്റുവേഷൻ, അതായത് ഇസ്രായേലി ആക്രമണം നടത്താൻ പറയുന്ന ഒരു സിറ്റുവേഷൻ, അത് ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനാണ്. നാളെ ഒരു പക്ഷേ ഇറാൻ ആണവായുധം ഉണ്ടാക്കിയേക്കാം, സാധ്യതയാണ്. അത് കഴിഞ്ഞ് ആണവായുധം ഉണ്ടാക്കിയാൽ ഞങ്ങളെ ആക്രമിച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ എന്നുള്ളൊരു രാഷ്ട്രത്തിന് എക്സിസ്റ്റൻസിൽ ഇതെല്ലാം ഒരു ഹൈപ്പോത്തറ്റിക്കലായ സിറ്റുവേഷനാണ്. പക്ഷേ ഹൈപ്പോത്തറ്റിക്കൽ ആയിട്ടല്ലാത്ത ശരിക്കും ഒരു വസ്തുത നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ അമേരിക്കയും ഇസ്രായേലും പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ അവർ ആക്രമിക്കേണ്ട രാജ്യം ഏതാണ്? അത് പാകിസ്ഥാനാണ്. കാരണം പാകിസ്ഥാന്റെ കയ്യിൽ ആണവായുധമുണ്ട്, അത് സ്ഥിരീകരിച്ച കാര്യമാണ്. ഷാഗായിൽ ആണവ വിസ്ഫോടനം നടന്നത് ലോകം മുഴുവൻ കണ്ടതാണ്. എന്തുകൊണ്ടാണ് പാകിസ്ഥാൻ ആക്രമിക്കാൻ അമേരിക്കയും ഇസ്രായേലും തയ്യാറാകാത്ത? ആ ചോദ്യങ്ങൾ എന്തുകൊണ്ടാണ് ഉയരുന്നത്? ഇപ്പം ഈ പറഞ്ഞിരിക്കുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ഇന്നലെ ഡയറക്ടർ ജനറൽ പറഞ്ഞ കാര്യം എന്താണ്? 20 വർഷത്തിനിടെ ഇത് ആദ്യമായിട്ടാണ് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ മാറ്റം, ഇറാന്റെ ചെറിയ മാറ്റം വന്നു എന്ന് മാത്രമേ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി പറഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്കാണ് ഇസ്രായേൽ ഈ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമായിരുന്നു? ഒന്ന്, നയതന്ത്ര ചർച്ച നടത്താമായിരുന്നു, ഡിപ്ലോമാറ്റിക് ലെവലിൽ ചർച്ച നടത്താമായിരുന്നു. ചെയ്തോ? ഇല്ല. ലോകരാജ്യങ്ങൾ ആരെങ്കിലും ചോദ്യം ചെയ്തോ? ഇല്ല. രണ്ട്, എക്കണോമിക് സാങ്ഷൻസ് കൊണ്ടുവരാമായിരുന്നു, സാമ്പത്തികപരമായി ഉപരോധിക്കാമായിരുന്നു ഇറാനെ. അതും ചെയ്തില്ല. അത് കഴിഞ്ഞ് മൂന്നാമത് ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലുണ്ട്. ഐക്യരാഷ്ട്രസഭയ്ക്ക് വേണമെങ്കിൽ മിലിറ്ററി ആക്ഷൻ എടുക്കാൻ കഴിയും. ഇതൊന്നും ചെയ്യാതെ ഇപ്പോൾ NPT-യിൽ നിന്ന് അല്ലെങ്കിൽ അതിൽ നിന്ന് ആണവ നിർവ്യാപന കരാറിൽ നിന്ന് ഇറാൻ പിന്മാറാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണ്? ആണവ റിയാക്ടർ തകർത്തുവെന്ന് ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി തന്നെ അവകാശപ്പെടുകയാണ്. അത് ഈ കരാർ ലംഘനമല്ലേ? മനുഷ്യരാശിക്ക് ഒരു ശരശയ്യ ഒരുക്കുന്ന കാര്യമല്ലേ ഇസ്രായേൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ടാണ് അത് ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്നത്? അപ്പോൾ ഇസ്രായേലും അമേരിക്കയും പറയുന്ന തിയറി അനുസരിച്ചാണെങ്കിൽ അവർ ആദ്യം ആക്രമിക്കേണ്ടത് ഇറാനല്ല. കാരണം ഇറാന്റെ കയ്യിൽ ഒരുപക്ഷെ നാളെ ഉണ്ടായേക്കാം എന്നുള്ളതാണ്. പിന്നെ ഇറാൻ ആണവ ആയുധം വികസിപ്പിക്കാമല്ലോ. കാരണം അതെന്തുകൊണ്ടാണ് അതിൽ ലോജിക്കില്ലായ്മയുള്ളത്? കാരണം ഇറാന്റെ ശത്രു രാജ്യമാണ് ഇസ്രായേൽ. ഇസ്രായേലിന്റെ പക്കൽ ആണവായുധമുണ്ട്. ഇന്ത്യയുടെ കാര്യം എടുക്കും. 98-ൽ നമ്മൾ ആണവ പരീക്ഷണം നടത്തിയ സമയത്ത് അമേരിക്കൻ പ്രസിഡന്റ് AB വാജ്പേയി എന്താണ് കത്തിലയച്ചത്? ചൈന ഞങ്ങൾ യുദ്ധം നടത്തിയ ഒരു രാജ്യമാണ്, ഞങ്ങളുടെ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ്, അപ്പോൾ ഞങ്ങൾക്ക് ആ ഭീഷണിയുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ അവരുടെ കയ്യിൽ ആണവായുധമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ ആണവ പരീക്ഷണം നടത്തി. ആ ലോജിക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ട് അവർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഇസ്രായേൽ അമേരിക്കയും പാകിസ്ഥാനെ ആക്രമിക്കുന്നില്ല? പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമല്ലേ എന്നതിനെ പറ്റി അവരൊരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അപ്പൊ ആ ചോദ്യത്തിനുള്ള ഒരു മറുപടി ഇത്ര മാത്രമേ ഉള്ളൂ. പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമാണെങ്കിൽ പോലും പാകിസ്ഥാൻ ഒരു ജനാധിപത്യ രാജ്യവും കൂടിയാണ്. ആ രാജ്യത്തിന് അതിൻ്റെതായിട്ടുള്ള ആണവായുധം ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും നിലനിൽക്കുന്ന ഒരു രാജ്യം. പാകിസ്ഥാന്റെ കേസിൽ പറയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു ആണവായുധ രാജ്യമാണ്. ഷാങ്ഹായിൽ അവര് ആണവായുധം പരീക്ഷണമൊക്കെ നടത്തിയത് നമുക്കറിയാം. ഒരു പ്രഖ്യാപിത ആണവായുധ രാഷ്ട്രം തന്നെയാണ് പാകിസ്ഥാൻ. പക്ഷേ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത് ഇസ്രായേലിനെയും അമേരിക്കയെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രഖ്യാപിതമായിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്.
പാകിസ്ഥാൻ അങ്ങനെയല്ല. പാകിസ്ഥാൻ ആ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്, ആ രാജ്യത്തെ ഏതെങ്കിലും രാജ്യം ആക്രമിച്ചാൽ അതിനെ തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് ആണവായുധം നിർമ്മിച്ചു എന്നുള്ളത് വാസ്തവമാണ്. ഇന്ത്യയും പാകിസ്ഥാനും ഒക്കെ ആണവായുധ രാജ്യങ്ങൾ തന്നെയാണ്. അപ്പോൾ പാകിസ്ഥാനും ആണവായുധം നിർമ്മിച്ചതിനകത്ത് യാതൊരു തെറ്റും ഉള്ളതായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. മാത്രവുമല്ല, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്കയുടെയും കൃത്യമായിട്ടുള്ള നിരീക്ഷണത്തിന് കീഴിലാണ് ഈ പാകിസ്ഥാന്റെ പല ആണവ നിലയങ്ങളും, അല്ലെങ്കിൽ അവരുടെ ആണവ പോളിസി തന്നെ അതുമായിട്ട് റിലേറ്റഡ് ആണ്. അപ്പൊ അതുകൊണ്ട് ഇസ്രായേലിനോ അമേരിക്കയ്ക്കോ ഇപ്പൊ പാകിസ്ഥാനെ ആക്രമിക്കേണ്ടതായിട്ടുള്ള യാതൊരു സാഹചര്യവും ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കാം. അപ്പൊ രണ്ടാമത്തെ അവരുടെ ചോദ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു സ്റ്റേറ്റ്മെന്റ്, ഇറാന് ആണവായുധം വികസിപ്പിക്കാൻ റൈറ്റ് ഇല്ലേ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇറാന് ആണവായുധം വികസിപ്പിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. ആ റൈറ്റിനെ അല്ല ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്, മറിച്ച് അവരുടെ ലക്ഷ്യം ഡെത്ത് ടു അമേരിക്ക, ഡെത്ത് ടു ഇസ്രായേൽ എന്ന് പറയുന്ന അവരുടെ പ്രഖ്യാപനമുണ്ടല്ലോ. 1979 ശേഷം ഇങ്ങോട്ടുള്ള തീവ്ര ഇസ്ലാമിക ഭരണകൂടം അവിടെ നിലവിൽ വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇറാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ അമേരിക്കയെ നശിപ്പിക്കണം, അതേപോലെ ഇസ്രായേലിനെ നശിപ്പിക്കണം, ആ രാജ്യങ്ങൾ ഭൂമുഖത്തുണ്ടാകരുത്, പ്രത്യേക ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ലോക ഭൂപടത്തിൽ തന്നെ ഉണ്ടാകരുത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമല്ലേ. അപ്പോൾ ആ രാജ്യം ആണവായുധം അവരുടെ കൈവശം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് ആണവായുധം ഇസ്രായേലിനെതിരെ ഉപയോഗിക്കാം. നിരന്തരമായി പറയും, നിന്നെ ഞാൻ കൊല്ലുമട 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 എന്ന് പറയുന്ന ഒരുത്തൻ അത് തന്നെ ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ പറയുന്നവന്റെ കയ്യിലേക്ക് ഒരു വാളും കൊടുത്ത് അവനെ വിട്ടുകഴിഞ്ഞാൽ അവൻ ഉറപ്പായിട്ടും കൊല്ലും. ഉറപ്പായിട്ടും ആ വാളെടുത്ത് ഉപയോഗിച്ച് ആ ശത്രുവിനെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കും എന്ന് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ ഇറാന്റെ കാര്യത്തിലും. നാളെ ഇറാൻ ആണവായുധം ഉണ്ടാക്കി ഇസ്രായേലിനെ ആക്രമിച്ചേക്കാമെന്ന് ഇസ്രായേൽ പറയുന്നു. തീർച്ചയായിട്ടും ഈ ആണവായുധം ഉണ്ടാക്കുന്നത് തീർച്ചയായിട്ടും അത് ഇസ്രായേൽ എന്ന് പറയുന്ന ജൂതരാഷ്ട്രത്തെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കാൻ വേണ്ടി തന്നെയാണ്. അതിനകത്ത് യാതൊരു സംശയവുമില്ല. ജൂതരാഷ്ട്രം പാടില്ല എന്നുള്ള നിലപാടുകാരാണ് ഇറാൻകാര്. അതുകൊണ്ട് തന്നെ അവർ നാളെ ആണവായുധം ഉണ്ടാക്കിയേക്കാം എന്നല്ല, തീർച്ചയായിട്ടും ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ നമ്മുടെ മാതൃഭൂമിയുടെ അവതാരക അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ആരൊക്കെയോ പ്രീണിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾ കൊടുക്കുന്നത്. അപ്പൊ ഇറാൻ എന്താണ് ഈ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്നും, ഇറാൻ എന്താണ് റഷ്യയോട് ആവശ്യപ്പെട്ടതെന്നും, യുക്രൈൻ ആക്രമണത്തിന്റെ പ്രത്യുപകാരമായിട്ട് ഇറാനിൽ എന്തൊക്കെ സംഭവവാസങ്ങളിലാണ് മാറ്റമുണ്ടായതെന്നും ഒക്കെ നിരന്തരം വാർത്ത കൊടുക്കുന്നതായിട്ടുള്ള ഒരു വാർത്താ മാധ്യമത്തിന്റെ അവതാരക വന്നിരുന്നുകൊണ്ട് അതിനെയെല്ലാം വിഴുങ്ങിക്കൊണ്ട് വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അവർ പ്രസ്താവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ പുച്ഛിച്ച് തള്ളുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിനകത്ത് പറയാനില്ല എന്നുള്ളതാണ്. കാരണം ചിലരെ കണ്ണടച്ചു കഴിഞ്ഞാൽ അവരുടെ വിചാരം നാട്ടിലുള്ളവർക്കെല്ലാം അങ്ങ് ഇരുട്ടായി പോകുമെന്നാണ്. അല്ല, ഇരുട്ട് നിങ്ങൾക്ക് മാത്രമാണ്. ഈ അവതാരകയും ചെയ്യുന്നത് സ്വയം കണ്ണടച്ചുകൊണ്ട് അവർ ഇരുട്ടുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇനി അടുത്തതായിട്ട് പറയുകയാണെങ്കിൽ, ഇനി ഇവര് ആയുധം ഉണ്ടാക്കുമോ എന്ന് വെച്ചാൽ ഉണ്ടാക്കും. ഇവര് ആണവായുധ ഏജൻസിയെ, ലോക ആണവായുധ ഏജൻസി ഉണ്ട്. അപ്പം ആ ഏജൻസിയെ പോലും കബളിപ്പിച്ചുകൊണ്ട് അവരുടെ എന്താ പറയുന്നത്, അവരെ ഒരിക്കലും തങ്ങളുടെ ആണവായുധ കേന്ദ്രങ്ങളിലേക്കോ അല്ലെങ്കിൽ ആ പരീക്ഷണശാലകളിലേക്കോ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ പ്രയോഗിക്കുന്ന ഒരു രാജ്യം. അപ്പൊ നേരെ ചൊവ്വേ കാര്യങ്ങൾ ചെയ്യാനാണെങ്കിൽ കുതന്ത്രങ്ങളുടെ ആവശ്യമില്ലല്ലോ, ആരുടെയും കണ്ണ് കെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ കണ്ണ് കെട്ടുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവരതിന്റെ അടിയിലൂടെ ആരും അറിയാതെ രഹസ്യമായിട്ട് അവർ ആണവായുധം വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് പല രാജ്യങ്ങളുടെയും സഹായം നേടുന്നു. അതിന്റെ മേൽ വളരെ വലിയ രീതിയിൽ അവരതിനെ പരിശ്രമിക്കുന്നു എന്നുള്ളതല്ലേ നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇതൊരു ഹിപ്പോക്രസി ആണെന്നാണ് അവർ പറയുന്നത്. ഒരിക്കലുമല്ല എന്നുള്ളതാണ് ഈ അവതാരകയോട് പറയാനുള്ളത്. അതെങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് ഇതൊരു ഹിപ്പോക്രറ്റിക് ആയിട്ടുള്ളൊരു മൂവ്മെന്റ് ആണ് എന്ന് നിങ്ങൾക്ക് എങ്ങനെ പറയാൻ വേണ്ടി സാധിക്കും? അപ്പോൾ നിങ്ങൾ വല്ലാതെ വശം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായിട്ട് കാണാം. അപ്പൊ നിങ്ങൾ വല്ലാതെ ഒരു പക്ഷം ചാരി നിന്ന് സംസാരിക്കുന്നത് ഇതൊരു മാധ്യമ ധർമ്മമാണെന്ന് തോന്നുന്നില്ല. ഇത് പച്ചയായിട്ടുള്ള ചില രാഷ്ട്രീയം, മാധ്യമ രാഷ്ട്രീയം, അത് മാത്രമാണ് നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അതുകൊണ്ട് തന്നെ വസ്തുതാ വിരുദ്ധമായതും വഞ്ചനാപരമായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തനമാണ് നിങ്ങൾ കാഴ്ചവെക്കുന്നത്. ഇതിൽ ഒരു ധാർമ്മികതയും ഇല്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്.
ഇനി ആണവായുധ വികസനത്തിൽ ചെറിയ മാറ്റം മാത്രമാണ് ഇറാൻ വരുത്തിയത് എന്ന് ഈ അവതാരക പറയുന്നത്. അത് എത്രയാണെന്ന് നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? 3.7% ആണ് ശരിക്കും അവിടെ പല രീതിയിലുള്ള സയന്റിഫിക് ആയിട്ടുള്ളതും അവരുടെ ഇന്ധന വൈദ്യുത ഊർജത്തിനുമായിട്ടൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ലോക രാജ്യങ്ങൾ നിഷ്കർഷിക്കുന്നതും ആണവായുധ ഏജൻസി ആണെങ്കിൽ പോലും അവർ നിഷ്കർഷിക്കുന്നത് 3.7 certain പെർസെൻറ്റേജ്. ഇപ്പോൾ ഇറാന്റെ കയ്യിൽ 87%-ലധികം സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട്. അപ്പോൾ ഇത്രത്തോളം വലിയ തോതിലുള്ള ഈ പറഞ്ഞ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇവർക്ക് എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് എന്നുള്ളത് ഇതുവരെയും ലോകത്തോട് ഇറാൻ വെളിപ്പെടുത്താൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്ന് മാത്രവുമല്ല, ഫോർദോ എന്ന് പറയുന്ന ആണവ നിലയം ഇത് ലോകത്തിൽ നിന്ന് മറച്ചു പിടിച്ചു. എന്തിനാണ് ലോകത്തിൽ നിന്ന് മറച്ചു പിടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അത് ഇറാൻ കൃത്യമാണ്. ഇറാൻ ഒരു ന്യൂക്ലിയർ പവർഫുൾ ആയിട്ടുള്ള രാജ്യമായി മാറണം എന്നുള്ളത് അവർ കാലാകാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്നു. അത് ഇസ്രായേലിനെതിരെയും അമേരിക്കയ്ക്കെതിരെയും വേണ്ടി വന്നാൽ സൗദി അറേബ്യക്കെതിരെയും എടുത്തുപയോഗിക്കണം എന്നുള്ളത് അവരുടെ ഒരു ഹിഡൻ അജണ്ട തന്നെയാണ്. അപ്പൊ അത്തരം രീതിയിലാണ് ഇറാൻ കാര്യങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ലോകത്തിന് തന്നെ പ്രകടമായതാണ്. ഇത്രയും ലോക രാജ്യങ്ങൾ ഈ ഇറാനെ ഒപ്പോസ് ചെയ്ത് മുമ്പോട്ട് വരണമെങ്കിൽ അവരൊക്കെ മണ്ടന്മാരായതുകൊണ്ടാണോ ഈ പറയുന്ന ആങ്കറോട് എനിക്ക് ചോദിക്കാനുള്ളത്. ചെറിയ രീതിയിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റമല്ല ഈ പറയുന്ന സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിനകത്ത് ഇറാൻ കൊണ്ടുവന്നിരിക്കുന്നത്. കൃത്യമായിട്ടും അതൊരു ആണവായുധ നിർമ്മാണത്തിലേക്ക് തന്നെയാണ് നീണ്ടുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളൊരു ബോധ്യം രഹസ്യാന്വേഷണ ഏജൻസികൾ പലതും കണ്ടെത്തി. അതിന്റെ കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്. ഇനി അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം രീതിയിൽ ഇറാൻ ഇനി അങ്ങ് പോയെന്ന് വെച്ചോ, അതിനെ ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോക്കുകൾ നടത്തിയിട്ട് പോരെ എന്നുള്ളത്. എത്ര പ്രാവശ്യം ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോക്ക് നടന്നു? ഏകദേശം 5 തവണയിലേറെ അമേരിക്കയും അതേപോലെ തന്നെ ഇറാനുമായിട്ട് ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള ടോക്ക് നടന്നില്ലേ? ഇത്രയും സമയം അനുവദിച്ചു കൊടുത്തപ്പോഴും ഇവർ ഇതിന്റെ പിന്നാമ്പുറത്തൂടെ ഈ ആണവ വികസനങ്ങൾ ഈ ഡിപ്ലോമാറ്റിക് ടോക്ക് നടക്കുമ്പോഴും ചെയ്തുകൊണ്ടിരുന്നു. ഇതൊരു കാരണവശാലും നിർത്തിവെച്ചിട്ടല്ല ഇവർ ഡിപ്ലോമാറ്റിക് ടോക്കിന് വന്നത്. അപ്പോൾ നിങ്ങൾ കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാടടിച്ച് വെടിവെക്കാണ് എന്ന്. ഇത് നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ മുമ്പേ റിപ്പോർട്ട് ചെയ്തതാണല്ലോ. 5 തവണയോളം ഇറാനും അതേപോലെ അമേരിക്കയുടെ പ്രതിനിധികളും തമ്മിൽ പല രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, പല സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, പല മീഡിയേറ്റേഴ്സിനെ കൂട്ടിവരുത്തി സംസാരിച്ചതല്ല. എന്നിട്ടും ഇറാൻ വഴങ്ങിയില്ല എന്ന് മാത്രമല്ല, അമേരിക്കയുടെ എല്ലാ അല്ലെങ്കിൽ ലോക രാജ്യങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, അത്രയും ധാർഷ്ട്യത്തോടെ കൂടിയാണ് ഇറാൻ മുമ്പോട്ട് പോയത്. ഇനി അടുത്ത എക്കോണമിക് ആയിട്ടുള്ള സാങ്ഷൻസ് എത്രയോ കാലങ്ങളായിട്ട് അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളിലെ സാങ്ഷൻസ് നേരിടുന്നു. 1979 തൊട്ട് ഇങ്ങോട്ട് സാങ്ഷൻസ് ആണ് ഇറാന്റെ മേലുള്ളത്. അപ്പോൾ ചരിത്രം പഠിക്കാതെ വന്നിരുന്നുകൊണ്ട് ഇത്തരം രീതിയിൽ വിഡ്ഢിത്തം വിളമ്പുന്നത് നാണമില്ലേ എന്നാണ് നിങ്ങളോട് ചോദിക്കാനുള്ളത്. പക്ഷേ അടുത്ത UN മിലിറ്ററി ആക്ഷൻ അഗൈൻസ്റ്റ് ഇറാൻ, അങ്ങനെ ചുമ്മാതെ കയറി UN ആർമിക്ക് കയറി ഇറാനെ അങ്ങ് ആക്രമിക്കാൻ പറ്റുമോ? അതിന് അതിൻ്റെതായിട്ടുള്ള ചില നിബന്ധനകളുണ്ട്. മാത്രമല്ല UN എന്ന് പറയുന്നത് ഇപ്പൊ ലോക തോൽവി ആയിട്ടുള്ള ഒരു സംഘടനയാണ്. ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാമല്ലോ എത്രയോ രാജ്യങ്ങളിൽ ഈ യുദ്ധം നടക്കുന്നു. റഷ്യ യുക്രൈൻ യുദ്ധം നടക്കുക ഒരു ചെറു വിരൽ പോലും അനക്കാൻ വേണ്ടിയിട്ട് UN കഴിഞ്ഞു എന്നുള്ളത് ഒരു ചോദ്യമാണ്. പല രാജ്യങ്ങളും ഇപ്പോൾ UN കാറ്റിപ്പുറത്ത്. നേരത്തെ നമുക്കറിയാം ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉന്ന് എന്തെല്ലാം ഭീഷണികളുണ്ട്, മിസൈല പരീക്ഷണങ്ങൾ നടത്തി. UN ഓരോ പ്രാവശ്യവും അതിനെതിരെ പ്രഖ്യാപനങ്ങളുമായിട്ട് വരുന്നു. അതിനെല്ലാം പുള്ളി തള്ളിക്കളയും. UN എന്ന് പറയുന്നത് വെറും ഒരു കടലാസ് പുലിയാണ്. മാത്രവുമല്ല ഇസ്ലാമികമായിട്ടുള്ള മൂല്യങ്ങൾക്ക് ഇപ്പൊ പ്രാധാന്യം കൊടുത്തുകൊണ്ട് അതിനെ തീവ്രവാദികൾക്ക് കൊടപിടിക്കുന്ന ടൈപ്പ് ഈ രീതിയിലുള്ള പല ഹിഡൻ അജണ്ടയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയായിട്ട് ഇപ്പൊ UN മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യം. അപ്പൊ UN ഒരു മിലിറ്ററി ആക്ഷൻസ് ഒന്നും UN ഇപ്പൊ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് പാശ്ചാത്യ രാജ്യവും അതേപോലെ അമേരിക്കയുമാണ്. ഈ രാജ്യങ്ങളെല്ലാം ഇപ്പൊ ഇറാനെതിരെ വന്നിരിക്കുന്നു. അവരാരും ഇപ്പൊ ഇറാന്റെ ഈ ഒരു പറയുന്ന രീതിയിലുള്ള ആണവായുധം വികസിപ്പിക്കുന്നതിനോട് അനുകൂലിക്കുന്നില്ല. എന്തുകൊണ്ട് അനുകൂലിക്കുന്നില്ല? അപ്പോൾ അത് അവർക്ക് ഭീഷണിയാണെന്നുള്ള തിരിച്ചറിവ് ആ ലോക രാജ്യങ്ങൾക്കുണ്ട്. അപ്പൊ ഈ രീതിയിൽ UN യാതൊരുവിധ സപ്പോർട്ടും ഇത്തരം രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് ലഭിക്കില്ല എന്ന് മാത്രവുമല്ല UN ഒരു ചെറുവിരൽ പോലും ഇതിനെതിരെ അനക്കാനുള്ള ഒരു ശേഷിയില്ല എന്നുള്ളതും ഈ അവതാരക ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നന്നായിരിക്കും. ഇനി NPT അതിൽ നിന്ന് ഇനിയിപ്പോ ഇറാൻ അങ്ങ് ഇറങ്ങിപ്പോകുന്ന വെച്ചോ, ഇറാൻ ഇറങ്ങിപ്പോട്ടെ, അതിപ്പോ എന്താ പ്രശ്നം? ഇറാൻ അതല്ലല്ലോ ആവശ്യം.
ഇറാന് രഹസ്യമായിട്ട് ആയുധം ഉണ്ടാക്കണം എന്നുള്ളത് അവരുടെ ഒരു താല്പര്യമാണ്, പ്രഖ്യാപിത താല്പര്യമാണ്. അതിനു വേണ്ടിയിട്ട് അവർ എത്രയോ കാലങ്ങളായിട്ട് ശ്രമിക്കുന്നു. ഇത്രയും സാങ്ഷൻസും കാര്യങ്ങളും ഒക്കെ കൊണ്ടുവന്നതിന് ശേഷം അവർ ഇതൊക്കെ തന്നെയല്ലേ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് അറിയാത്ത കാര്യമാണോ? ഇനി ആണവ കേന്ദ്രം ആക്രമിച്ച്, ഇറാന്റെ ആണവ കേന്ദ്രം ആക്രമിച്ചത് ഇസ്രായേൽ ഈ പറയുന്ന ചട്ടലംഘനമല്ലേ കാണിച്ചെന്നുള്ളത്, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ഈ ലോകരാജ്യങ്ങളോട് ഈ കൊഞ്ഞണം കുത്തി കാണിക്കുന്ന രീതിയിലല്ല ഇസ്രായേൽ ഇത് കാണിച്ചതെന്ന് നിങ്ങൾ പറയുന്നു. പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്നു. ഇറാൻ ആണവായുധ രാജ്യമായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ആണവായുധം പ്രയോഗിക്കുക, ഇസ്രായേൽ വരുന്ന ജൂതന്മാരെ കൊന്നൊടുക്കുക എന്നുള്ള ഒരു നാസി മൈൻഡോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഭരണകൂടമാണ് ഇറാനിലുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വ്യക്തമായി അറിയാവുന്ന കാര്യമല്ലേ. അവർ അപ്രകാരം ചെയ്യും. അതുകൊണ്ട് ആ രാജ്യത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് അവർ എന്തും ചെയ്യും. അവർക്ക് അവിടെ നിബന്ധനകളും അവിടുത്തെ ബൈലോസും നോക്കിയിരിക്കുകയല്ല അവരുടെ പരിപാടി. അപ്പോ അത് ഓരോ രാജ്യങ്ങൾക്ക് അവരുടേതായിട്ടുള്ള സുരക്ഷയും നിലനിൽപ്പും അതിനു വേണ്ടിയിട്ട് എന്ത് നടപടിയും സ്വീകരിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട്. അത് ഇസ്രായേൽ ചെയ്തു. അതിനകത്തൊരു തെറ്റും പറയാൻ വേണ്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇതിനകത്തൂടെ മാധ്യമ പ്രവർത്തകരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത്. ഒരു തരത്തിലും അത് ലംഘനമായി തോന്നില്ല. ഇനി ഇറാൻ ആണവായുധം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇസ്രായേലിനെ അത്രയും ജനങ്ങളെ കൂട്ടത്തോടെ ചുട്ടുകൊന്നു കഴിഞ്ഞാൽ അത് ഒരു തരത്തിലും നിങ്ങൾക്ക് ലംഘനമായി തോന്നില്ലേ? അതൊരു ഭീഷണിയായി തോന്നില്ലേ? അതൊരു അധർമ്മമായിട്ട് നിങ്ങൾക്ക് തോന്നില്ലേ? അപ്പൊ ഇറാൻ ആണവായുധം ഉണ്ടാക്കിക്കൂടെ എന്നുള്ളതിനകത്ത് ലോജിക്ക്, ആ ലോജിക്കിനെ പറ്റി നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ കാര്യമാണ്. അപ്പൊ അവരുടെ ചോദ്യം എന്ന് പറഞ്ഞാൽ അവർക്ക് ഇറാൻ എന്താ ആണവായുധം ഉണ്ടാക്കിക്കൂടെ, അത് തടയാൻ ഇവർക്ക് എന്താ അവകാശമുള്ളത് എന്നുള്ളത്, അതിനകത്ത് എന്ത് ലോജിക്കാണ് ഉള്ളത് എന്നുള്ളതാണ് ഇപ്പൊ മാധ്യമ പ്രവർത്തകർ. ഒരു ലോജിക്കുമില്ല. ഇറാൻ ഇത് ഉണ്ടാക്കുന്നത് പക്കയായിട്ട് ഈ പറയുന്ന മിഡിൽ ഈസ്റ്റിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അല്ലെങ്കിൽ ഇറാന് ആണവായുധത്തിന്റെ ആവശ്യമില്ല. ഈ ഒരു തീവ്രവാദ ഭരണകൂടമാണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് ഈ പറയുന്ന അമേരിക്കയോടും ഇസ്രായേലിനോടും ഒന്നും, അല്ലെങ്കിൽ ഈ പറയുന്ന ഗൾഫ് കൺട്രീസിലെ സുന്നി മെജോറിറ്റി ഉള്ള രാജ്യങ്ങളോടൊന്നും അവർക്ക് യാതൊരു വിധത്തിലും പ്രശ്നമില്ല. ഒരു ചെറിയ പെർസെൻറ്റേജ് ജനങ്ങൾ മാത്രം, ഒരു 10% അല്ലെങ്കിൽ ഒരു 20% ബിലോ ഉള്ള ജനങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തീവ്രമത ഭരണകൂടത്തെ അനുകൂലിക്കുന്നു. അപ്പൊ ആ രാജ്യത്തിന് അതൊരു പ്രശ്നമല്ല. പക്ഷെ ഈ തീവ്രവാദ ഈ പറയുന്ന തലയ്ക്ക് പിടിച്ച ഭരണകർത്താക്കന്മാർക്ക് ഈ രാജ്യങ്ങളെ നശിപ്പിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇറാൻ ഒരു ആണവായുധ രാജ്യമാകരുത്, അതാകുന്നതിൽ യാതൊരു യോജിക്കുമില്ല എന്നുള്ളതാണ് നിങ്ങളോട് സംസാരിക്കാനുള്ളത്, അല്ലെങ്കിൽ നിങ്ങളോട് പറയുവാനുള്ളത്. ഇനി ഇറാന്റെ ശത്രു രാജ്യമായ ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധമില്ലേ? അപ്പൊ അതൊരു കുഴപ്പമില്ലേ? അതിനെതിരെ ആർക്കും ഒന്നും സംസാരിക്കാനില്ലേ എന്നുള്ളതാണ് മാധ്യമ പ്രവർത്തകരുടെ മറ്റൊരു ചോദ്യം. അപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇസ്രായേൽ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണവായുധം ഉണ്ടാക്കിയതായിട്ട് അവരെവിടെയും പറയുന്നില്ല. പിന്നെ ഇസ്രായേൽ ഒരു ആണവായുധ രാജ്യമാണ് എന്നുള്ളത് നിങ്ങൾക്ക് എവിടുന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് ഈ ഒരു ഇൻഫർമേഷൻ കിട്ടിയത്? അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ഇത്തരം രീതിയിലുള്ള തെറ്റായ വാർത്തകൾ നിങ്ങൾക്ക് കിട്ടുന്നത്? ഇസ്രായേൽ ആണവായുധ രാജ്യമായിരിക്കാം, അതിന് യാതൊരുവിധ തെളിവും അവർ ലോകത്തോട് ഇതുവരെയും പ്രഖ്യാപിച്ചിട്ടില്ല തങ്ങളൊരു ആണവായുധ രാജ്യമാണെന്നുള്ള കാര്യം. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇസ്രായേൽ നിലനിൽക്കുന്നത് ഏതെങ്കിലും രാജ്യത്തെ നശിപ്പിക്കുമെന്ന് അവർ ഇതുവരെയും എവിടെയും പറഞ്ഞിട്ടില്ല. ഈ പറയുന്ന ഇറാൻ 1979 തൊട്ട് ഇന്നേ വരെ ഈ ഒരു 46 വർഷമായിട്ട് അവര് ഇസ്രായേലിനെ നശിപ്പിക്കുമെന്ന് നിരന്തരം നാഴേക്ക് 40 വട്ടം പറയുന്നുണ്ട്. പക്ഷെ ആ രാജ്യത്തിനെതിരെ ഒരു പ്രാവശ്യം പോലും ഇസ്രായേൽ അവരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞതായിട്ട് എവിടെയും കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ കയ്യിൽ ആണവായുധം ഉണ്ടെങ്കിൽ ആ രാജ്യത്തിന്റെ സ്വയം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റുള്ളവരെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ല എന്നുള്ളത് മാധ്യമ പ്രവർത്തകർ മനസ്സിലാക്കിയിരിക്കാം. അപ്പോൾ നിങ്ങളുടെ എല്ലാം ആത്യന്തികമായിട്ടുള്ള ഒരു ലക്ഷ്യം ഇത്ര മാത്രമേ ഉള്ളൂ: ജൂതരാഷ്ട്രത്തെ ചൊറിയണം, അവരെ താറടിച്ചു കാണിച്ചുകൊണ്ട് ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ താല്പര്യങ്ങൾ അവർ ആഗ്രഹിക്കുന്ന ഇത്രയേ ഉള്ളൂ, അവരെ പ്രീണിപ്പിക്കുക. ഈ വെറും പ്രീണനം മാത്രമാണ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നടക്കുന്നത്. വസ്തുതാനിഷ്ഠപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, വഞ്ചനാപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുക, തമ്മിലടിപ്പിക്കുന്ന രീതിയിലുള്ള മാധ്യമ പ്രവർത്തനം എടുക്കുക. ഈ ചെന്നായി ചോര കുടിക്കുന്നത് പോലെ നിങ്ങൾ ഈ തമ്മിലടിപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു പരിപാടിയാണ് ഈ മാതൃഭൂമി. വൃത്തികെട്ട മാധ്യമമാണ്. ഈ വൃത്തികെട്ട മാധ്യമത്തിന്റെ ഒരു വാർത്ത പോലും ശരിക്കും പറഞ്ഞാൽ കാണാൻ, സത്യം പറഞ്ഞാൽ ഇപ്പോൾ താല്പര്യമില്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നു. നിങ്ങൾ ഇസ്രായേലിനെ എടുത്ത് തലയിൽ കയറ്റി വെക്കണമെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ ഇറാനെ ചവിട്ടി താഴ്ത്തി പറയുന്നു ഞങ്ങൾ പറയുന്നില്ല. പക്ഷെ ഞങ്ങൾ ജനങ്ങൾക്കൊരു അവകാശമുണ്ട്, ശരിയായ വാർത്ത ഞങ്ങൾക്ക് കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവകാശമുണ്ട്. ഞങ്ങളുടെ അവകാശത്തിന് മേലുള്ള കടന്നുകയറ്റം, അതിന്റെ ലംഘനമാണ് നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പക്ഷം പിടിച്ചുകൊണ്ട് അധാർമികമായിട്ടുള്ള മാധ്യമ പ്രവർത്തനം നടത്തുന്ന ഒറ്റ മാധ്യമത്തെയും നമ്മുടെ സമൂഹം അതിനെ വെച്ച് പൊറപ്പിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവരെ സപ്പോർട്ട് ചെയ്യരുത്, ദാറ്റ്സ് ഇറ്റ്. അവരെ സപ്പോർട്ട് ചെയ്യരുത്, അവരെ ബഹിഷ്കരിക്കുക തന്നെ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു
എളിയ അഭ്യർത്ഥന, ഇത്തരം വൃത്തികെട്ട മാധ്യമങ്ങൾ പ്രവർത്തനങ്ങൾ, അരാജകത്വം നിറഞ്ഞ മാധ്യമ പ്രവർത്തനം അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ നിർത്തുന്നു.